ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഇലാഹായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി അവന്റെ പരിശുദ്ധ കലാമിന്റെ പേരിൽ ഈ സ്ഥാപനത്തിന്റെ പൂമുറ്റത്ത് സംഗമിക്കാൻ അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. അല്ലാഹു അതൊക്കെയും സാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് ഏറെ വിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റജബിൽ നിന്ന് എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അള്ളാഹു ആദരിച്ച ഈ മാസത്തെ എല്ലാ അർത്ഥത്തിലും ആദരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് റജബ് കഴിയുന്നതിന് മുമ്പ് ഒരു നോമ്പെങ്കിലും നോറ്റ് വീട്ടാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. റജബ് 1 മുതൽ തന്നെ നോമ്പെടുത്ത് വരുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. റബ്ബേ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അതിനൊക്കെ വലിയ കബൂലിയത്ത് നൽകട്ടെ. നല്ല ആഫിയത്തും നല്ല ഹിമ്മത്തും റബ്ബ് അവർക്കൊക്കെയും നൽകട്ടെ. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടെ നോമ്പെടുക്കുന്നവർ ഈ കൂട്ടത്തിൽ പലരുമുണ്ട്. അള്ളാഹു അതിനൊക്കെയും കബൂലിയത്ത് നൽകട്ടെ. ഇനി ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റജബ് കഴിയുന്നതിന് മുമ്പ് റജബിനെ പരിഗണിച്ച് ഒരു നോമ്പെങ്കിലും എടുക്കണം. നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിന് വലിയ പ്രത്യേകത ഉണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ലഖീതു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മിന്നൈന അൻത യാ മുആദ്, അല്ല മുആദ് എന്നവരെ, എവിടെന്നാ നിങ്ങളിപ്പോൾ വരുന്നത്? ആ സമയത്ത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനിപ്പോൾ വരുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിന്നാൻ. പടച്ചോനെ, റസൂലുള്ളാഹിന്റെ ചാരത്തെത്തിപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മുത്തുനബിയെ കിനാവിൽ കാണുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇന്നലെ രാത്രി മദീനയിൽ കിടക്കുന്നത് സ്വപ്നം കണ്ടു. അനുബന്ധമായ ചില സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ ഇന്നീ കൂട്ടത്തിൽ ഒരു സഹോദരി വന്ന് പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ നല്ല ആവേശത്തിൽ സ്വലാത്ത് ചെല്ലണം കേട്ടോ. ആ സ്വലാത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് അതിൽ നമ്മൾ ലയിച്ചു ചേരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഖൈറിന്റെ വഴികളിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. നന്മയിലേക്കുള്ള വാതിലുകൾ അല്ലാഹു നമുക്ക് തുറന്നു തരും. നമ്മുടെ നബിയിലേക്ക് അലിഞ്ഞു ചേരാൻ നമുക്ക് അവസരം ഉണ്ടാകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോ വരുന്നത് റസൂലുള്ളാഹിന്റെ അടുത്തുനിന്നാണ്. അപ്പ ചോദിച്ചു അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മുആദ് എന്നവരെ, ഹബീബായ നബിയുടെ അടുക്കൽ നിന്നാണോ നിങ്ങൾ വരുന്നത്? മുത്തുനബി പുതിയ വല്ല വിഷയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? ഹബീബായ നബിയിൽ നിന്ന് വല്ല വിജ്ഞാനവും നിങ്ങൾക്ക് കിട്ടിയോ? സഹാബത്തിനൊക്കെ ഇൽമിനോട് വലിയ ആർത്തിയാണ്, ഇൽമിനോട് ഭയങ്കര ഇഷ്ടാണ്. എപ്പോഴും അവരെന്തെങ്കിലും അറിവ് കിട്ടണമെന്ന് അതിയായി ആഗ്രഹിച്ചവരാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നബി എന്തെങ്കിലും പറഞ്ഞെന്നോ?
പുതിയ ഇൽമെന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഹബീബായ നബി എന്നോട് പറഞ്ഞു. എന്താന്നറിയോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസാ ദഖലൽ ജന്ന. ഇഖ്ലാസോടെ എല്ലാ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവരാരോ, ആ വാക്ക് ചൊല്ലി മരണപ്പെടാൻ തൗഫീഖ് കിട്ടുന്നവരാരോ, ദഖലൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ വാക്കിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിന്റെ യഥാർത്ഥ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യഥാർത്ഥ മുവഹിദീങ്ങളിൽ തൗഹീദിന്റെ അഖിലുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഒരാളെ കൊണ്ട് പറയാൻ കഴിയുന്ന വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വാക്കുച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? പിന്നീട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്ന കാര്യം കേൾക്കണോ? മൻ സാമ യൗമൻ മിൻ റജബ ദഖലൽ ജന്ന. പരിശുദ്ധമായ റജബ് മാസത്തെ ആദരിച്ച്, ഈ റജബിനെ ബഹുമാനിച്ച്, ഈ റജബിനെ പരിഗണിച്ച് ആരാണ് റജബിൽ നോമ്പെടുക്കുന്നത്? ദഖലൽ ജന്ന, അവരും സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. അതുകൊണ്ട് റജബിനെ ആദരിച്ച്, റജബിനെ പരിഗണിച്ച്, റജബിനെ ബഹുമാനിച്ച് ഇൻഷാ അല്ലാഹ് ഈ റജബ് കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും നമുക്ക് നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനേറ്റവും നല്ല ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് റജബ് 27 അന്ന് ഒന്ന് നോമ്പെടുക്കാൻ നിയ്യത്ത് ചെയ്യാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്ന് നമ്മളും നമ്മളെ വീട്ടിലുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് നോമ്പുകാരാവണം. അതൊരു സുന്നത്തായൊരു നോമ്പല്ലേ, അതത്ര വലിയൊരു സംഗതി ഒന്നല്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. റജബ് 27 ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കാം. അന്ന് നോമ്പുകാരായി ഇൻഷാ അല്ലാഹ് 10 മണിക്ക് സമയം 10 മണിയാണ്. 10 മണിക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടി അസ്മാഉൽ ഹുസ്ന ചൊല്ലി, മജ്ലിസുൻ നൂർ ചൊല്ലി, പ്രധാനപ്പെട്ട ദിക്റുകൾ മുഴുകി തൗബയുടെ മനസ്സോടുകൂടെ നിറക്കണ്ണുകളോടെ അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഒരു ദിവസത്തിന്റെ പവിത്രത എന്താ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇലാഹായ റബ്ബ് ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായ ഇസ്രാഉം മിഅ്റാജും നൽകിയിട്ട് മുത്തുനബി അല്ലാഹു ആദരിച്ചത് റജബ് 27 രാവിലാണ്. റജബ് 27 രാവിൽ അല്ലാഹുവേ, ആ രാവിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ നബിക്ക് അല്ലാഹു ഏറ്റവും വലിയ അംഗീകാരം കൊടുത്ത ദിവസം, നമുക്ക് ഏറ്റവും വലിയ അംഗീകാരത്തിന് കാരണമാകുന്ന നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കാൻ തെരഞ്ഞെടുത്ത രാവ്, ആ രാവിനെ അവഗണിക്കുന്നത് അത് യഥാർത്ഥ മുഅ്മിനിന്റെ രീതിയല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ റജബ് 27 രാവിനെ പരിഗണിക്കണം. റജബ് 27 രാവിൽ ഇൻഷാ അല്ലാഹ് ഹബീബായ നബി അല്ലാഹു ആദരിച്ച ആ രാവിൽ മുത്തുനബി ആദരിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു മധുര പലഹാരം വീട്ടിലുണ്ടാക്കണം. കേൾക്കുന്നുണ്ടോ?
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മധുരം സന്തോഷത്തോടുകൂടെ അന്ന് വീട്ടിലുണ്ടാക്കണം. അന്ന് മുത്തുനബിയുടെ മിഅ്റാജിനെ കുറിച്ച് വീട്ടിൽ നമ്മൾ ചർച്ച നടത്തണം. ആ മിഅ്റാജിന്റെ രാവിൽ നിർബന്ധമാക്കിയ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും അശ്രദ്ധരാണെങ്കിൽ ആ അശ്രദ്ധ മാറ്റി നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള പ്രതിജ്ഞ പുതുക്കാൻ അന്നത്തെ രാവിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഹബീബായ നബിക്ക് അല്ലാഹു നൽകിയതിന് നന്ദിയായി മുഅ്മിനെ ആ 27-ന്റെ അന്ന് നമ്മൾ നോമ്പെടുക്കണം. എന്റെ മുത്തുനബിക്ക് അല്ലാഹു ഒരു നബിക്കും ചരിത്രത്തിൽ നൽകാത്ത ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലേ ഇസ്രാഉം മിഅ്റാജും. മൂസാ നബിക്കൊക്കെ എത്ര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലാഹനെ ഒന്ന് കാണണമെന്ന്. നടന്നോ? കണ്ടോ? എന്തെങ്ങൾ ഉറങ്ങിയോ? മൂസാ നബി അള്ളാനെ കണ്ടോ? മൂസാ നബിക്ക് വലിയ കൊതിയുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ നൂറു തജല്ലിയിൽ നിന്ന് ഒരു ചെറിയ അംശമാ തൂരി സീനയുടെ ഭാഗത്ത് പ്രത്യക്ഷമായി. അങ്ങോട്ട് നോക്ക് മൂസാ, നിന്റെ കണ്ണിനത് താങ്ങാൻ കഴിയുകയാണെങ്കിൽ നിനക്കെന്നെ കാണാം. എന്റെ നൂറിന്റെ ഒരംശം മാത്രമാണത്, അത് താങ്ങാൻ നിന്റെ കണ്ണിന് കഴിയോ നോക്കട്ടെ. മൂസാ നബി നിർബന്ധം പറഞ്ഞപ്പോ അള്ളാഹു ആ നൂറു തജല്ലിയിൽ നിന്ന് ഒരൽപ്പം ആ പർവ്വതത്തിലേക്ക് പ്രസരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് നോക്കിയപ്പോൾ ആ വെളിച്ചം താങ്ങാനാവാതെ ബോധരഹിതനായി വീണു മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബിക്ക് അല്ലാഹനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള ഒരു നബിക്കും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അനുഗ്രഹം അല്ലാഹു നൽകിയത് ആർക്കു മാത്രം? അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. ഞാൻ എന്തിനാണെന്ന് പറഞ്ഞെന്നറിയോ? അങ്ങനെ നമ്മളെ നബിക്ക് അല്ലാഹു ഒരു വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്ത ആ ഒരു ദിവസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അതിനോടൊരു നന്ദിയുമില്ലാത്തവരായി മുത്തുനബിയുടെ അനുയായികൾ മാറാൻ പാടില്ല. അന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പെടുക്കണം. മുത്തുനബിയുടെ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സ്വപ്നല്ലേ എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അതൊരു സ്വപ്നാണോ? ഹബീബായ നബിയുടെ ഇസ്രാഉം മിഅ്റാജും സ്വപ്നമാണോ? എന്തിനാണതൊരു സ്വപ്നമാണെന്ന് പറഞ്ഞ് ഹബീബായ നബിക്ക് അല്ലാഹു നൽകിയ വലിയ അംഗീകാരത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്? അതൊരു സ്വപ്നല്ല. നിങ്ങൾ കണ്ടില്ലേ ആ ഇസ്രായിനെ കുറിച്ച് പറയുന്ന ആയത്തെന്താണ്? മിഅ്റാജിനെ കുറിച്ച് പറയുന്ന ആയത്തെന്താണ്? ഇതൊന്നും ഞങ്ങളുടെ യുക്തിക്ക് ചേരാത്തത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഖുർആനിലുള്ള പലതും തള്ളേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കണ്ട. ഇതിലൊക്കെ വിശ്വസിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. മക്കയിൽ നിന്ന് ഒരു രാത്രിയുടെ ഏതാനും ചില സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി വരിക എന്ന് പറഞ്ഞാൽ അതിപ്പോ എങ്ങനെ നമ്മൾ യുക്തിക്ക് ചേരുവോ? അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണില്ല. ഹബീബായ നബി അതും കഴിഞ്ഞ് ഇലാഹായ റബ്ബിന്റെ ഹളറത്തിലേക്ക് ഒരു രാത്രിയുടെ ഏതാനും കുറഞ്ഞ സമയം കൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് തിരിച്ച് നേരം വെളുക്കുമ്പോഴത്തേക്ക് മക്കയിലെത്തി. ഇതെങ്ങനെയാ യുക്തിക്ക് ചേരുന്നത്? അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരെ, എന്ത് ഈമാനാണ് നിങ്ങളുടെ ഈമാൻ? ആരാണ് മുഹമ്മദ് നബി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? നബിയും അല്ലാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നിങ്ങൾ ഉൾക്കൊണ്ടോ? ഖുർആൻ തന്നെ പറയുന്നത് എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. നിങ്ങൾ ഉറങ്ങിയോ? ഒന്ന് ഉഷാറായിട്ടൊരു 3 സ്വലാത്ത് എല്ലാരും ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد അല്ലാഹുവേ ഈ സലാത്ത് സ്വീകരിക്കണമേ അല്ലാ. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മനസ്സിന്റെ സങ്കടങ്ങളൊക്കെയും നീക്കണമേ റബ്ബേ. സമാധാനവും സന്തോഷവും റാഹത്തുമുള്ള ജീവിതം ഞങ്ങൾക്കും കുടുംബത്തിനും വിധിക്കണമേ അല്ലാ. മുഅ്മിനേ, ഈ ആയത്തൊന്ന് ശ്രദ്ധിക്ക്. ഏതായത്ത് ഇസ്രായിനെ കുറിച്ച് പറയുന്ന ആയത്തേതാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര വലിയ പരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, രാത്രിയുടെ ഏതാനും ഭാഗം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മുത്തുനബിയെ അവൻ കൊണ്ടുപോയല്ലോ. ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. അതെവിടെ? മസ്ജിദുൽ അഖ്സ എവിടെ? ബൈത്തുൽ മുഖദ്ദസ് എവിടെ? പഠിച്ചവനെ, അത് ഫലസ്തീനിലാണ്. അള്ളാഹു അവിടെ ചെന്ന് നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. ലോകത്ത് 3 പള്ളികൾക്ക് പ്രത്യേകതയുള്ളൂ. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്, പിന്നൊന്ന് മദീനയിലെ മസ്ജിദുൻ നബവിയാണ്, പിന്നൊന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ റബ്ബേ. നിസ്കരിക്കാൻ തൗഫീക്ക് കിട്ടിയവര് കൂട്ടത്തിൽ ഉണ്ടാവാം. ബൈത്തുൽ മുഖദ്ദസിലേക്കൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് പോണം. ഫലസ്തീനിലൊക്കെ നമ്മൾ പറ്റുകയാണെങ്കിൽ ഒന്ന് സന്ദർശിക്കണം. ഖുർആനിൽ പേര് പറഞ്ഞ ഏകദേശം നബിമാരുടെയും മക്ബറയിൽ ആ ഒരു യാത്രയിൽ നമുക്ക് സന്ദർശിക്കാൻ കഴിയും. ആ മക്ബറ സന്ദർശിക്കാൻ കഴിയും. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിച്ചു തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഉസ്താദേ, ഒരു ഉംറക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസ്, പിന്നെയാണോ ആ ഖുർആൻ ചരിത്രഭൂമിയിലൂടെ എന്ന മഹത്തായ ആ ചരിത്ര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആമീൻ പറയുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ വഴികളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. ആ ബൈത്തുൽ മുഖദ്ദസിൽ മുത്തുനബിയെ കൊണ്ടുപോയി. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ആയത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. എങ്ങനെ ആയത്തിന്റെ തുടക്കം? സുബ്ഹാനല്ലദീ എന്നാൽ അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മള് ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ട്. എന്ത് കേൾക്കുമ്പോഴാണ് സാധാരണ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറ്? എന്തെങ്കിലും ഒരു അത്ഭുതമുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴാണ് ആശ്ചര്യത്തോടുകൂടെ നമ്മൾ എന്ത് പറയാറുള്ളത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയും അല്ലേ? സാധാരണ നടക്കുന്ന ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയോ? ഇപ്പൊ നമ്മളോട് നമ്മളെ പരിചയമുള്ള ഒരാള് പറയാ, ഞാന് ഇന്നലെ ഒന്ന് കൊണ്ടോട്ടിയിൽ പോയി വന്നു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നീ കൊണ്ടോട്ടി പോയോന്ന് ചോദിക്കുവോ? ഞാൻ കുട്ടിക്ക് സുഖമില്ലാതായപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നീ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കോ? കാരണം അതൊരു വലിയ അത്ഭുതമുള്ള വർത്താനാണോ? ആണോ? അതിന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങണോ? വേണ്ട. അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ പറയാണ്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടതെന്നറിയോ? ഇന്നലെ രാത്രി ഞാൻ കണ്ട സ്വപ്നം, ഞാൻ മക്കയിലെത്തി, അത് കഴിഞ്ഞ് മദീനയിലെത്തി, എല്ലാ കർമ്മങ്ങളും ചെയ്തു. മക്കയിൽ ചെന്ന് ഉംറ ചെയ്ത്, മദീനയിൽ പോയി മുത്തുനബിയെ സിയാറത്ത് ചെയ്ത്, ജന്നത്തുൽ ബഖീയിൽ പോയി 10,000 സഹാബിമാരെ സന്ദർശിച്ച്, അൽഹംദുലില്ലാഹ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയണോ? അത് വലിയ അത്ഭുത? എന്താ റബ്ബേറ്റലും ഉണ്ടാത്തത്? അത് വലിയ അത്ഭുതാണോ?
എന്താ ഇപ്പൊ സ്വപ്നം കണ്ടൂടെ? നമ്മളിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന സ്വപ്നം കണ്ടൂടെ? നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് സ്വപ്നം കണ്ടൂടെ? നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആയത് സ്വപ്നം കണ്ടൂടെ? സ്വപ്നത്തിന് എന്ത് പരിധിയാവുള്ളത്, പരിമിതിയാവുള്ളത്? നമ്മൾ പറക്കണത് നമുക്ക് സ്വപ്നം കണ്ടൂടെ? സ്വപ്നം കാണാം, അത് അത്ഭുതമൊന്നുമല്ല. എന്നാൽ ഒരാള് പറയാണ്, ഞാൻ ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ കരിപ്പൂരിലേക്ക് പോയി, അവിടുന്ന് ഫ്ലൈറ്റിന് കയറി ജിദ്ദയിൽ ചെന്നിറങ്ങി, നേരെ മക്കത്ത് പോയി ഉംറ നിർവഹിച്ച് അവിടെ നിന്ന് നേരെ മദീനയിലേക്ക് പോയി റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്ത് സുബ്ഹി ആകുമ്പോഴത്തേക്ക് ഞാൻ കരിപ്പൂരിൽ തിരിച്ചെത്തി, എന്റെ വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉറങ്ങിക്കോളി. അത് അതത്ഭുതല്ലേ കൂട്ടരെ? അങ്ങനെ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ രാത്രി കൊണ്ട് നീ അവിടെയൊക്കെ ഫിസിക്കലി പോയി വന്നോ? അത് അത്ഭുതത്തോടു കൂടെ നമ്മൾ ചോദിക്കൂലേ? അപ്പോൾ ഇതൊരു അത്ഭുതത്തിന്റെ പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അത് അത്ഭുതത്തിന്റെ പ്രയോഗമാകണമെങ്കിൽ ഒരു സ്വപ്നമായാൽ പോരാ, അത് സ്വപ്നമാണെന്ന് പറയുന്നത് ഈ ആയത്തിനെതിരാണ്. ഇന്ന് പല ബിദഈകളും റജബ് 27 ഒരു പ്രത്യേകതയില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി നബിയുടെ മിഅ്റാജിനെയും ഇസ്രായിനെയും ഒക്കെ സ്വപ്നമാക്കാൻ ശ്രമിക്കാറുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള ചതിയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എന്താ അതുകൊണ്ടൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നബിയിൽ നിന്ന് ഒന്നും കൂടി നമ്മൾ അകലും. ആ മുത്തു നബിക്ക് അള്ളാഹു നൽകിയ മഹത്വത്തെ കുറിച്ചുള്ള ആ ബോധം നമുക്കുണ്ടാവുന്നതിന് പകരം അത്ര വലിയൊരാളൊന്നല്ല മുഹമ്മദ് നബി എന്ന് വരുത്തി തീർക്കാന് ഈ വാദങ്ങളൊക്കെ കാരണമാകൂ. അള്ളാഹു ആ ചതിയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആയത്ത് തന്നെ തെളിവാണ്, ഇതൊരു സ്വപ്നമല്ല. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അബ്ദിനെ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അബ്ദിനെ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇമാം റാസി തങ്ങളടക്കം മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അബ്ദ് എന്ന് പ്രയോഗിക്കണമെങ്കിൽ റൂഹ് മാത്രമായാൽ ആ റൂഹിനെ കുറിച്ച് എന്തു പറയില്ല? അബ്ദ് എന്ന് പറയില്ല. നബിയുടെ റൂഹിനെ സ്വപ്നം മുഖേന മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7-ാം ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞ് ബഹ്റുൻ നൂറും കഴിഞ്ഞ് അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി എന്നത് അതൊരു റൂഹിയായ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ അബ്ദിനെ കൊണ്ടുപോയി എന്ന് പറയൂല. കാരണം അബ്ദ് എന്ന് പ്രയോഗിക്കണമെങ്കിൽ റൂഹും ജസദും ഒന്നിച്ചിരിക്കുമ്പോഴേ അബ്ദ് എന്ന് പ്രയോഗിക്കൂ. അതും തെളിവാണ്, ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. പിന്നെന്തിനാണ് ചില ആളുകൾ ഇത് സ്വപ്നാണെന്ന് പറഞ്ഞ് ഈ മഹത്തായ കാര്യത്തിന്റെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്? അല്ലാഹുവേ നീ നല്ല ബുദ്ധി കൊടുക്കണേ പടച്ചോനെ, അല്ലാഹുവേ നീ നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ. മാത്രമല്ല, നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി തങ്ങൾ ഈ ഇസ്രാവും മിഅ്റാജൊക്കെ കഴിഞ്ഞ് അന്ന് സുബ്ഹിക്ക് ശേഷം കഅബാലയത്തിന്റെ പരിസരത്തിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പിറ്റേന്ന് കഅബാലയത്തിന്റെ പരിസരത്തിരിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഫഖഅദ ഹസീനൻ മുഅ്തസിലാ, സങ്കടപ്പെട്ട് തനിച്ചിരിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സങ്കടം എന്നറിയോ? നബിയുടെ ഒരു സങ്കടം, പടച്ചോനെ ഈ കാര്യം ജനങ്ങളോട് ഞാൻ പറഞ്ഞാൽ അവരെന്നെ പരിഹസിക്കുമല്ലോ, അവരെന്നെ കളിയാക്കുമല്ലോ എന്നുള്ളതാണ്. ആരെ സങ്കടം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടം. അങ്ങനെ റസൂലുള്ള സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഫമർറ ബിഹി അദുവുല്ലാഹി അബൂജഹൽ, നബിയുടെ ഏറ്റവും വലിയ ശത്രുവായ അല്ലാഹുവിന്റെ ശത്രുവായ അബൂജഹൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. അബൂജഹൽ ചോദിച്ചു, വല്ല മുഹമ്മദേ എന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടോ? നീ പലപ്പോഴും ഓരോ ആയത്തുകളൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞ് ആ ആയത്തോത് കേൾപ്പിച്ച് പലതും പറയാറുണ്ടല്ലോ. ഇന്ന്
ഇന്നലെ വല്ലതും ഇറങ്ങിയോ? വല്ല പ്രത്യേകതയും ഉണ്ടായോ? ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെയാണ് മഹാ അത്ഭുതമുണ്ടായത്. ഉസ്രിയ ബിയൽ ലൈല വഉരിജ ബി. ഇന്നലെ ഇസ്രാഉം മിഅ്റാജും ഉണ്ടായി. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയതും അവിടെ നിന്ന് മിഅ്റാജായി അള്ളാന്റെ ഹളറത്തിലേക്ക് എത്തിയതും കാര്യങ്ങളൊക്കെ റസൂലുള്ള അബൂജഹലിന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അവനൊന്ന് ചിരിച്ചിട്ട് അവൻ ചോദിച്ചു, മുഹമ്മദേ, ഈ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്റെ ആളുകളെയും എന്റെ ആളുകളെയും ഒക്കെ വിളിച്ചു കൂട്ടാം, അവരോട് നീ ഇത് പറയോ? എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അതായത് അബൂജഹൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇത് കേൾക്കുമ്പോ ആരും വിശ്വസിക്കൂല. എല്ലാവരും മുഹമ്മദിനെ കളിയാക്കും, പരിഹസിക്കും. അങ്ങനെ നബി തങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടാം, എന്റെ ആളുകളെയും നിന്റെ ആളുകളെയും വിളിച്ചു കൂട്ടാം, അവരോട് ഈ കാര്യങ്ങൾ നീ വിശദീകരിക്കുമെന്ന് മുത്ത് റസൂലിനോട് ചോദിക്കണത്. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായും വിശദീകരിക്കും. നീ വിളിച്ചു കൂട്ടിയാലും ഇല്ലെങ്കിലും ഈ വിവരം എല്ലാവരോടും പറയും. അബൂജഹൽ പറഞ്ഞു, ഞാൻ വിളിച്ചു കൂട്ടാം. ഞൊടിയിട കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് ആളുകളെ അബൂജഹൽ കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വിളിച്ചു വരുത്തി. ആ കൂട്ടത്തിൽ അനേകം മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു, അനേകം മുശ്രിക്കീങ്ങളും ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാഉം മിഅ്റാജിന്റെയും കാര്യം പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. 13ഓളം സഹാബിമാർ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന 13ഓളം ആളുകൾ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാ, നഹ്നു ലാ നുസദ്ദിഖു മുഹമ്മദാ. ഞങ്ങൾ ഈ വിഷയത്തിൽ മുഹമ്മദിനെ വിശ്വസിക്കൂല. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? ആ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏതാനും ചില മുസ്ലിമീങ്ങൾ തന്നെയാണ് പറയുന്നത്, നഹ്നു ലാ നുസദ്ദിഖു മുഹമ്മദാ. ഈ കാര്യത്തിൽ മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കൂല, വിശ്വസിക്കൂല. നിങ്ങൾ ആലോചിക്ക് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതാണെന്ന് മുത്ത് റസൂൽ പറഞ്ഞാൽ അവർ പറയുമായിരുന്നോ ഞങ്ങൾ മുഹമ്മദിനെ വിശ്വസിക്കൂല? ഒരു സ്വപ്നം കണ്ടതായി മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകേണ്ട കാര്യമുണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു സ്വപ്നമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നതിന് ഈ കാര്യങ്ങളൊക്കെയും തെളിവാണ്. ആ കൂട്ടത്തിൽ അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അബൂജഹൽ പറഞ്ഞു, ഈ വിവരം അബൂബക്കറിനെ അറിയിക്കണം. ഒന്ന് റളിയല്ലാഹു ചൊല്ലിക്കോളൂ. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒക്കെ? നിങ്ങൾ അറിയോ? അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടും മുത്തുനബിയോടുള്ള ഇഷ്ക് കൂടിയിട്ടും കരഞ്ഞ് കണ്ടടത്തിലൊക്കെ ശരിക്കും കറുത്ത 2 ചാലുകൾ, അടയാളങ്ങൾ ഉണ്ടായിരുന്നു മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത്. കരഞ്ഞിട്ട് മുഖത്തെ കണ്ണുനീരൊലിച്ച് അടയാളുണ്ട് എന്ന് പറയണമെങ്കിൽ എത്രത്തോളം അള്ളാഹുവിൽ പേടിച്ച് മുത്തുനബിയിൽ ലയിച്ച് സിദ്ദീഖ് തങ്ങൾ കരഞ്ഞിട്ടുണ്ടാകും. وبحد صديق من الخلفاء خطان يسودان من بكائي. وبحد صديق من الخلفاء خطان يسودان من بكائي. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ ഇലാഹായ റബ്ബിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ച് കരഞ്ഞ് ഹബീബായ നബിയോടുള്ള പ്രണയം മൂത്തിട്ട കണ്ണുനീര് കൊണ്ട് കവിൾ തടത്തിൽ അടയാളമുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ പടച്ചോനെ, ആ മനുഷ്യന്റെ ഈമാനും തഖ്വയും എത്രയായിരിക്കും? റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ മടിക്കണ്ട. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ്
അബൂജഹലും കൂട്ടരും സിദ്ദീഖ് തങ്ങളെ അടുത്ത് ചെന്നു. അബൂബക്കർ തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ വിവരം എന്തേ കാര്യം എന്ന് ചോദിച്ചു. മുഹമ്മദ് പുതിയ ഒരു വാദമായിട്ട് വന്നിട്ടുണ്ട്. എന്താ വാദം? ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടുന്ന് 7 ആകാശവും വിട്ട് കടന്ന് അള്ളാന്റെ അടുത്ത് പോയി അള്ളാനെ കണ്ടു വന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത്. അബൂബക്കറെ, അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അവഖാലഹു, അങ്ങനെ മുത്ത് റസൂല് പറഞ്ഞോ? അത് റസൂലുള്ള പറഞ്ഞെന്നേണോ? മുഹമ്മദ് നബിയുടെ നാവ് കൊണ്ട് പറഞ്ഞതാണോ? അതേ അബൂബക്കർ, ഞങ്ങളൊക്കെ സാക്ഷിയാണ്. അങ്ങനെ ഞങ്ങളെ സാക്ഷി നിർത്തി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഉടനെ പറഞ്ഞത് മുഹമ്മദ് നബിയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നതാ. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. പഠിച്ചോനെ, അല്ലാഹു പരലോകത്ത് നിന്ന് കണ്ടുമുട്ടാൻ തൗഫീക്ക് തരട്ടെ. അല്ലാഹു കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ സ്വപ്നാന്ന് പറഞ്ഞ് ഈ പവിത്രമായ ദിനങ്ങളെയൊക്കെ തരം താഴ്ത്തുന്നത് അത് മുഅ്മിനായ മനുഷ്യർക്ക് ചേർന്നതല്ല. അല്ലെങ്കിൽ ഈ പുത്തനാശയക്കാരുടെ ഒരു രീതി എന്തെന്ന് ചോദിച്ചാൽ, ആദരിക്കപ്പെടേണ്ട ദിവസങ്ങൾക്ക് അവര് ആദരവ് കൽപ്പിക്കില്ല. ആദരിക്കേണ്ട വ്യക്തികൾക്ക് അവർ ആദരവ് കൽപ്പിക്കില്ല. ആദരിക്കേണ്ട സ്ഥലങ്ങൾക്ക് അവർ ആദരവ് കൽപ്പിക്കില്ല. ഈ ദീൻ എന്നാൽ അദബും ആദരവും ബഹുമാനവും ഇല്ലാത്ത ഒരു മതമായിട്ട് ചിത്രീകരിക്കുകയാണ് പുത്തനാശയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആ ചതികളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാക്കട്ടെ. ഇവിടെ മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. എന്താണ് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത? ബാറകനാ ഹൗല, അതിന്റെ പ്രത്യേകത ഇതാണ്. അതിന്റെ ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് നൽകിയിട്ടുണ്ട്. മുത്ത് നബിയെ അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകുവാൻ. എന്നാൽ പിന്നെ അത് നേരെ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് തന്നെ കൊണ്ടുപോയാ പോരെ? പിന്നെ എന്തിനാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? കേൾക്കണില്ലേ? ചിന്തിക്കണില്ലേ? അല്ല, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സക്കാണോ മക്കയിലെ മസ്ജിദുൽ ഹറാമിനാണോ കൂടുതൽ മഹത്വം? ഓ, ഭയങ്കര ചോദ്യ, പറയാൻ കഴിയാത്ത ചോദ്യായി പോയി. മക്കയിലെ മസ്ജിദുൽ ഹറമിനാണോ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിനാണോ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സക്കാണോ കൂടുതൽ മഹത്വം? ഉറപ്പിച്ച് പറഞ്ഞോളൂ, ഏതിനെന്നെ? മക്കയിലെ മസ്ജിദുൽ ഹറാമിനാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 500 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. എന്നിട്ട് പിന്നെ എന്തിന് ഈ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? അതെന്തിനാണ് കൊണ്ടുപോയത്? ബാറകനാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്തും വലിയ ബറക്കത്തുണ്ട് എന്നതാണ്. എന്താണ് സഹോദരാ സഹോദരി ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുമുള്ള ബറക്കത്ത്? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി, വഹുവ മഖറുൽ അംബിയാഇ വൽ ഔലിയാ. അതെന്താണെന്നറിയോ? ആ ഒരു ബറക്കത്ത് അത് മഖറുൽ അംബിയാഇ വൽ ഔലിയാ. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലായി ഒരുപാട് അംബിയാക്കൾ, ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരു ഖബർ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബാറകനാ ഹൗലഹു, ചുറ്റുഭാഗത്തും ബറക്കത്തുണ്ടായി. അല്ലാതെ എന്ത് ബറക്കത്താണ്? അപ്പൊ മഹാന്മാരുടെ ഖബറുള്ളിടത്ത് ബറക്കത്തുണ്ടാകും. അത് നിഷേധിക്കരുത്, അത് കളവാക്കരുത്. അതൊക്കെ കളവാക്കുന്നത് ഖുർആനെ കളവാക്കലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കയിൽ നിന്ന് നേരിട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ആ മഹാന്മാരായ അമ്പിയാക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം അത് വലിയ ബറക്കത്താണ്. ആ സാന്നിധ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു മുത്തുനബിയെ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്.
മഹാന്മാരുമായിട്ടുള്ള ബന്ധമല്ലാതെ നേരാണ്ട് രക്ഷപ്പെടാന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരല്ലേ, അതൊക്കെ പൊട്ടത്തരല്ലേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണം. അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗാണ്. ആരാ നീ അനുഗ്രഹിച്ചവർ? വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ. അവരുടെ ആ മാർഗം പിൻപറ്റി അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കളെയും ഔലിയാക്കളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ അവഗണിച്ച് ഞങ്ങൾ നേരെ സ്വർഗത്തിലേക്കാണ്ട് പോവാന്ന് പറഞ്ഞാൽ ഈ ഖുർആനും സുന്നത്തും മാത്രമായി അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയൂല സഹോദര സഹോദരി. അങ്ങനെയൊക്കെ നമ്മളെ ചതിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.